ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ശുചിക്കുട്ടനെ പോലെയുള്ള 2 കുട്ടികൾ ശുചിക്കുട്ടനെ കാണാൻ വന്നാണ് അവൻ്റെ രക്ഷിതാക്കളുമായിട്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്നതിലൂടെ ഇങ്ങനത്തരം കുട്ടികളും രക്ഷിതാക്കളൊക്കെ ആയിട്ട് നമുക്ക് നല്ല കണക്ഷനാണ്. അവൻ്റെ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനൊക്കെ നമ്മുടെ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. ഈ കുട്ടികൾ ശുചിക്കുട്ടൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന കുട്ടികളാണ്. നേരിൽ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. 2 ദിവസം മുമ്പ് ശുചിക്കുട്ടൻ്റെ കയ്യിൽ കടിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്തരം കുട്ടികളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ എന്തിനേറുന്നത്, ഇങ്ങനെ കയ്യിൽ കടിച്ചൊക്കെ നിങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ കാണിച്ചു കൂട്ടണമെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നത് തന്നെ 6 വർഷത്തോളമായി. ഞങ്ങൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഓട്ടിസം കുട്ടികളുടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ ഇത്തരം കുട്ടികളെ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുക, ഇത്തരം കുട്ടികളെ കാണിക്കുക. അന്നത്തെ കാലഘട്ടത്തിലുള്ള റൂമിൻ്റെ ഉള്ളിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ് ഈ കുട്ടികളെ, ആരും പുറത്തു കൊണ്ടുവരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പുറത്തു കൊണ്ടുവരികയാണ്. എന്തിനാണ് പറഞ്ഞാൽ, ഇത്തരം കുട്ടികളും സമൂഹത്തിൻ്റെ ഭാഗമാണ്. ജനങ്ങൾ ഇത്തരം കുട്ടികളെ തിരിച്ചറിയണം, അതിനെപ്പറ്റി മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലാണ് സമൂഹത്തിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടിയാൽ തന്നെ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ റീച്ച് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആരും വീഡിയോ ചെയ്യില്ലല്ലോ. വീഡിയോ ചെയ്യുക പറഞ്ഞാൽ റീച്ച് കിട്ടാൻ. അപ്പോൾ ശുചിക്കുട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ കുക്കിംഗ് ചാനലിടും, പഠിക്കുന്നതിടും, നല്ലതും കെട്ടതും അവൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതെല്ലാം ഇടും. അങ്ങനെയാണ് ഇവരിനെ അറിയിക്കുക. അല്ലാണ്ട് അവർ നല്ല മാത്രം ഇട്ടു അല്ലെങ്കിൽ മോശം മാത്രം ഇട്ടു എന്നുള്ളതില്ല. ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഇത്തരം കുട്ടികൾ എന്താണോ ചെയ്യുന്നത്, അത് ജനങ്ങളിൽ എത്തിക്കുക, അറിയിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ നിർബന്ധിക്കുമ്പോൾ പല കുട്ടികളും പലതരത്തിലാണ് പ്രതികരിക്കുക. ശുചിക്കുട്ടൻ കയ്യിൽ കടിക്കുന്നു, ചില കുട്ടികൾ എല്ലാം എടുത്ത് വലിച്ചെറിയും, ചില കുട്ടികൾ നമ്മളെ തന്നെ നേരിട്ട് ഉപദ്രവിക്കും. അങ്ങനെ പലവരും പലതരത്തിലാണ്. നമ്മളിവിടെ ശുചിക്കുട്ടനെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങൾ എല്ലാ ദിവസവും പോസ്റ്റ് ഓഫീസിൽ നിന്ന് 1 മണിക്ക് എടുക്കാൻ വരും ഇവിടെ. അതൊക്കെ ശുചിക്കുട്ടി അവർക്ക് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് കൊടുക്കുകയാണ്. അതൊക്കെ അവനക്ക് കൊടുക്കാൻ വലിയ സന്തോഷമാണ്. കൃത്യമായിട്ട് എടുത്തു കൊടുക്കും. അത് എല്ലാ ദിവസവും ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അവനൊക്കെ അത് കൃത്യമായി ചെയ്യും. വൈകുന്നേരം ആയപ്പോൾ ഷിജു അവൻ്റെ ഒരു ഫയലുണ്ട്, അതെടുത്തിട്ട് പിക്ചർ കാർഡിൽ നിന്ന് ലുലുവിക്ക് പോണ ചിത്രം കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഞങ്ങൾ പിന്നെ അവനെ ലുലുവിക്ക് കൂട്ടിയിട്ട് പോകുകയാണ്. അങ്ങനെ ലുലുവിക്ക് കൂട്ടിയിട്ട് പോകുമ്പോൾ ശുചിക്കുട്ടനയ്ക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഉമ്മ വയ്ക്കലും ചിരിക്കലും സന്തോഷമൊക്കെ വലിയ ആഹ്ലാദ പ്രകടനം അവൻ കാണിക്കുകയാണ്. ഈ ഇടയ്ക്ക് ശുചിക്കുട്ടൻ കയ്യിൽ കടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന ഒരു കമൻറ്റാണ്, ഇത്തരം കുട്ടികളിനെയൊക്കെ ഇങ്ങനെ കയ്യിൽ കടിക്കുന്നതിനും ദേഷ്യം കാണിക്കുന്നതിനും വാശി പിടിക്കുന്നതിനും ഈ കുട്ടികളിനെയൊക്കെ മരുന്ന് കൊടുത്ത് ഒതുക്കിക്കൂടെ എന്നാണ് അവൻ്റെ കമൻറ്റ്. സാധാരണ കുട്ടികൾ നമ്മുടെ വീടുകളിലൊക്കെ വാശിയും ദേഷ്യമൊക്കെ പിടിച്ച് നടക്കാറുണ്ട്. നമ്മൾ അവരിനെയൊക്കെ മരുന്ന് കൊടുത്താണോ ഒതുക്കുന്നത്? ഇത്തരത്തിലുള്ള ചില കുട്ടികൾക്ക് ആശയവിനിമയം നടത്താൻ കഴിയില്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവന് നിർബന്ധിക്കുമ്പോൾ അവർക്കതിന് വരാൻ പറ്റില്ല എന്നൊന്നും പറയാൻ അവർക്കറിയില്ല. അപ്പോൾ അവർ കാണിക്കുന്ന പ്രതികരണമാണ് ഈ കൈ കടിച്ചിട്ട് ചില കുട്ടികൾ കാണിക്കും, ചിലവർ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചെറിഞ്ഞിട്ട് കാണിക്കും, ചിലവർ നമ്മളെ ആക്രമിച്ചിട്ട് കാണിക്കും. അങ്ങനെ പലവരും പല രീതിയിലാണ് അവർക്ക് പറ്റില്ല എന്നുള്ള കാര്യം അവർ പ്രകടിപ്പിക്കുന്നത്. ചെറിയ ചെറിയ വാശിയും ദേഷ്യം കാണിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇത്തരം കുട്ടികൾക്ക് മരുന്ന് കൊടുത്ത് അവൻ്റെ ജീവിതത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല. അത് അവരിലുണ്ടാകുന്ന പുരോഗതികൾക്ക് തടസ്സമാകും. നമ്മൾ ശുചിക്കുട്ടനയ്ക്ക് ഇത്ര കാലമായിട്ടും ഈ ദേഷ്യത്തിനും ഇങ്ങനെയുള്ള മരുന്നൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ഡോക്ടർമാർ ഞങ്ങളുടെ ഇന്ന് ബാംഗ്ലൂരിൽ നിന്നേ കൊടുക്കണ്ട പറഞ്ഞതാണ്. അവന് ഒരുപാട് വാശികളൊക്കെ കാണിച്ചതാണ്. പക്ഷേ ആ മരുന്ന് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് അവനക്ക് ഇപ്പോഴും നല്ല പുരോഗതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുരോഗതിനെ തടസ്സപ്പെടുത്തും. കാലക്രമേണ നമ്മൾ മരുന്ന് ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇതിൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും ആരും മുതരാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ആളുകൾക്ക് ഇതിനുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കുക. ഇവർ ദേഷ്യം കാണിക്കുകയാണെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. അതിന് നമ്മൾ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടാണ് നേരിടേണ്ടത്, അല്ലാതെ മരുന്ന് കൊടുത്തിട്ടല്ല. ശുചിക്കുട്ടൻ ഒരു 12 വയസ്സ് വരെ അവനെ നമ്മൾ തല്ലിയാലും കൂടി തിരിച്ച് അടിക്കാൻ അവനക്ക് അറിയില്ല. അത്രയും പാവമായിരുന്നു. പിന്നെ ഒരു 12 വയസ്സ് സമയത്താണ് അവൻ ഭയങ്കര ദേഷ്യം കാണിക്കലും വാശി കാണിക്കലും വാരി വലിച്ചെറിയലും കൈ കടിക്കലും അക്രമ സ്വഭാവം കാണിക്കലൊക്കെ ചെയ്യാൻ തുടങ്ങി.
പക്ഷേ ഞങ്ങൾ അങ്ങനെ അവനെ ബാംഗ്ലൂർ റിമാൻസിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർമാരെല്ലാം സംസാരിച്ച ശേഷം മരുന്നൊക്കെ എഴുതി തന്നു. നിങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നതല്ലേ പറഞ്ഞിട്ട് മരുന്ന് എഴുതി തന്നു. ചെറിയ മരുന്നാണ്, അത് നമ്മുടെ ഇവിടെ നിന്നും വാങ്ങാൻ കിട്ടില്ല. അങ്ങനെ മരുന്നൊക്കെ എഴുതി തന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇവൻ ചെറിയ കുട്ടിയാണ്, ഈ മരുന്ന് നിങ്ങൾ ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വലുതാകും തോറും ഡോസ് കൂട്ടി കൂട്ടി വരണം, പിന്നെ ഇത് സ്ഥിരമായി കഴിക്കണം, അതിൻ്റെ പുരോഗതിക്ക് വലിയ തടസ്സം വരും, ഇതിൻ്റെ പല സൈഡ് എഫക്റ്റുകളും ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണമെന്നുള്ള വിശദീകരിച്ച് അവർ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ മരുന്നും വാങ്ങി വന്നു. ഞങ്ങൾ കൊടുത്തൊന്നുമില്ല, ഞങ്ങൾ ക്ഷമിച്ചിട്ടേ ഇരുന്നു. ബാംഗ്ലൂർക്ക് കൊണ്ടുപോയത് അവനെ കാറിൽ ഷീറ്റിൽ കെട്ടിയിട്ടിട്ടാണ് കൊണ്ടുപോയത്. അത്രയും അവൻ ദേഷ്യം കാട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവൻ്റെ പല്ലുകളിലൊക്കെ പോടാണ്. ആ പല്ല് വേദന വന്നിട്ടാണ് ഇവർ വാസി കാണിക്കുന്നത്. പക്ഷെ നമുക്കതറിയില്ല. അപ്പോൾ എന്നമാതിരി കുട്ടികൾക്ക് പറയാനറിയില്ല, ഇന്നതാണ് എൻ്റെ അസുഖം, ഇന്നതാണ് വേദന എന്നും പറയാനറിയില്ല. ചെവി വേദന വരാം, തലവേദന വരാം, പല്ലുവേദന വരാം, അങ്ങനെ പല അസുഖങ്ങളും ഇവർക്ക് വരാം. അപ്പോൾ വരുമ്പോൾ ഇവർക്ക് പറയാനറിയില്ല, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഇവർ വാസിയൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നത്. ഇവർ വാസി പിടിക്കുമ്പോൾ നമ്മൾ അവരെ തല്ലി ഒതുക്കാൻ ശ്രമിക്കാൻ നിൽക്കരുത്. സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ഇവരെ കീഴ്പ്പെടുത്തുകയാണ് വേണ്ടത്.